അത്യാവശ്യ ഉപകരണങ്ങളുടെ കുറവ് മൂലം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ നിലച്ചു. നിലവിലെ സ്റ്റോക്കുകൾ തീർന്നാൽ സർക്കാർ ആശുപത്രികളിലേക്കുള്ള ഹൃദയ ശസ്ത്രക്രിയയും മുടങ്ങും. അതേസമയം ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണക്കാർ ആശുപത്രികളിൽ നിന്ന് തിരിച്ചെടുക്കില്ല. മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുകയാണ്. ഇംതിയാസ്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കുറവ് സംഭവിക്കുന്നത്? ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകാനിടയായ കാരണം എന്താണ്? മധുസജി, നമ്മൾ കാണേണ്ടത് സംസ്ഥാനത്തൊട്ടാകെ എല്ലാ സർക്കാർ ആശുപത്രികളിലും 158 കോടിയിലധികം രൂപയാണ് വിതരണക്കാർക്ക് ആരോഗ്യ വകുപ്പ് നമ്മുടെ സർക്കാർ നൽകാനുള്ളത്. കുറെ കാലമായി അവർ സമരത്തിലൊക്കെ ആയിരുന്നു. പിന്നീട് ഈ വിതരണം സർക്കാർ ആശുപത്രികളിലേക്കുള്ള ഈ ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ട ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് പൂർണ്ണമായും ഇവർ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയ്ക്കാണ് ആരോഗ്യ വകുപ്പും വിതരണക്കാരും തമ്മിൽ യോഗം ചേരുകയും 3 ദിവസം കൂടെ ആവശ്യപ്പെടുകയും ചെയ്തത്. അങ്ങനെ ആ 3 ദിവസം അവസാനിക്കുന്ന ദിവസമാണ് ഇന്ന്. എന്നാൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി ഈ വിതരണക്കാർക്ക് കുറച്ചു തുക ഇപ്പോൾ നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെ നൽകിയത് കൊണ്ട് നിലവിൽ അവശേഷിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ അവശേഷിക്കുന്ന സ്റ്റോക്കുകൾ, അതായത് ഉപകരണങ്ങൾ തിരിച്ചെടുക്കില്ല എന്നാണ് ഇപ്പോൾ വിതരണക്കാർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. മാതൃഭൂമി ന്യൂസിനോട് അത് അവർ പറയുകയും ചെയ്തു. പക്ഷേ അതിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ ആവശ്യമായ ഉപകരണങ്ങൾ ഇപ്പോഴും അത്യാവശ്യം വേണ്ട സ്റ്റോക്കുകൾ സർക്കാർ ആശുപത്രികളിൽ ഇല്ല എന്നുള്ളതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബിലെ ഇന്നലെ ആവശ്യ ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവിടെ ഹൃദയ ശസ്ത്രക്രിയ ഇന്നലെ പൂർണ്ണമായും നിലച്ചു. അതവിടെ നടക്കാത്ത രീതിയിലൊരു ഇനി അങ്ങോട്ട് നടക്കില്ല എന്നുള്ള രൂപത്തിലാണ് കാര്യങ്ങൾ ഉള്ളത്. അതുകൊണ്ട് ഈ വിതരണം പുനരാരംഭിക്കണമെങ്കിൽ മാർച്ച് മാസം വരെയുള്ള തുക നൽകണമെന്നാണ് വിതരണക്കാർ ആവശ്യപ്പെടുന്നത്. എങ്കിൽ മാത്രമേ വിതരണം പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ അവശേഷിക്കുന്ന ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് ഈ സർക്കാർ ആശുപത്രികളിലെല്ലാം ആൻജിയോപ്ലാസ്റ്റി പുരോഗമിക്കുന്നത്. അത് പൂർണ്ണമായും ഇല്ലാതാവുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ മുഴുവൻ ആശുപത്രികളിലും ഈ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. മധുസജി. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്. കുടിശ്ശിക തീർക്കേണ്ട അടിയന്തരമായ സാഹചര്യം ഉണ്ടാവുകയാണ്. ഹൃദയ ശസ്ത്രക്രിയകൾ അടക്കം മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതുമാണ്.